പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് തുറന്നു സമ്മതിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. അധ്യക്ഷനെന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നും എന്നാൽ താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാടടക്കം 3 മണ്ഡലത്തിലെയും പരാജയ കാരണവും ഒപ്പം പരസ്യ പ്രസ്താവനകളും പരിശോധിക്കുമെന്നും കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ പാലക്കാട് പാർട്ടി ഘടകത്തിൽ കെ. സുരേന്ദ്രനെതിരെ വിമർശനം രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് കെ. സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. പാലക്കാട് വോട്ട് ശതമാനം ഉയർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ലെന്ന് തുറന്നു സമ്മതിച്ച കെ. സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ശരിയായ വിലയിരുത്തൽ നടത്തുമെന്നും പറഞ്ഞു. പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത, സമാഹരിക്കാൻ കഴിയാതെ പോയത്, ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി, പരിശോധന നടത്തി, എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തത്. പാലക്കാടടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയില്ലെന്ന് വ്യക്തമാക്കിയ കെ. സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായും ആരോപിച്ചു. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. 3000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അധ്യക്ഷൻ എന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും എന്നാൽ താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും ഇക്കാര്യത്തിൽ ഉയർന്ന വാർത്തകളോട് പ്രതികരിച്ച കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എൻ്റെ ഭാഗത്തുനിന്നില്ല. പാലക്കാട്ടെ പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്ന പരസ്യ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി. പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും. പാർട്ടിക്കകത്ത് ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.